അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് നടക്കാനൊക്കെ പോയി കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളുടെ കൂട്ടത്തിൽ ജാക്കിയും കൂടി ഉണ്ടേ. പക്ഷേ ഇന്ന് ഞങ്ങൾ നമ്മുടെ തൊട്ടടുത്ത ഒരു വീട്ടിലാണ് കേട്ടോ ഞങ്ങളൊരു സവാരി വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വൈകുന്നേരമൊക്കെ ഇങ്ങനെ അതിലൂടെയൊക്കെ ഇങ്ങ് നടക്കാമെന്നോർത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ജാക്കി കൂട് കടന്ന് പൊളിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അവളെയും കൂട്ടി. അപ്പോൾ മക്കൾ രണ്ടുപേരും കൂടെ സൈക്കിളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം വലിയൊരു മുറ്റമാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഓടിക്കളിക്കാനൊക്കെ നല്ല സൗകര്യം ആയതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം അങ്ങനെ അവിടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അങ്ങനെ ജാക്കിക്കുട്ടി അവരുടെ കൂടെ കുറച്ച് നേരം സൈക്കിളൊക്കെ ഓടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പെറുക്കി. അവൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെ അവിടെയുള്ളവരെയൊക്കെ അങ്ങ് അവൾ പരിചയപ്പെടുന്നുണ്ട്. അവരോടൊക്കെ ആണെങ്കിലും നല്ല ഇണക്കത്തിൽ എന്താ പറയുക, സ്മെല്ലൊക്കെ പിടിച്ച് നോക്കുകയും ഒക്കെ അങ്ങ്. എന്നാലും അവർ പേടിച്ച് മാറി നിൽക്കുകയാണെങ്കിലും അവളുടെ ഓരോ കളികളൊക്കെ കണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നീവിക്കുട്ടന് അവർ എന്താ പറയുക, ഒരു ബിസ്ക്കറ്റ് കൊടുക്കുകയാണ്. അപ്പം അവരൊരു ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ജാക്കി നീവിക്കുട്ടൻ്റെ പുറകെ ഓടുന്ന ഒരു ഭാഗമാണ് കേട്ടോ. നല്ല ജമ്പ് ചെയ്യും കേട്ടോ, കാര്യമൊക്കെ പറഞ്ഞാലും. അങ്ങനെ ഞാൻ അവൾക്ക് ബിസ്ക്കറ്റൊക്കെ ഒന്ന് കൊടുക്കാൻ തുടങ്ങും. അവളിത് ചാടി കെട്ടി പിടിച്ചോണ്ട് കേട്ടോ അവൾ ബിസ്ക്കറ്റൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം മഴയൊന്നും ഇല്ലായിരുന്നു, നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഇന്നലെ ഈ സമയമായപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജാക്കിയും മക്കളും ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഈവനിങ് വാക്കിംഗ് ആയിരുന്നു. എന്നാലും ജാക്കി നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. അവരങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി ഞങ്ങൾ ഏകദേശം ഒരു 6:30 ആയപ്പോഴത്തേക്കും പതുക്കെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നാളെ ഓഗസ്റ്റ് 15th ആണ്. അപ്പം ഇനി നാളെ ഒരു കുഞ്ഞൊരു വ്ളോഗൊക്കെ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു സ്വാതന്ത്ര്യദിനം നേർന്നുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.